കുറച്ചുകൂടെ വേഗത്തിലായിക്കോട്ടെ. ഇത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇതൂടെ തീർന്നിട്ടോ? ഇത് ഇന്നെങ്കിലും തീരത്തില്ല. 4 ആകുമ്പോ ഞങ്ങൾ പണി നിർത്തും. അതെന്നാ വർത്താനമാരാകുക? ഒന്നല്ലേലും തന്റെ വീട്ടിലേക്കുള്ള വഴി കൂടെയല്ലേ, അതിന്റെ ഉത്സാഹം കാണിക്കണ്ടേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാവിലെ എപ്പോ തുടങ്ങിയ പണിയാണെന്നറിയാവോ? നേരെ ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല. പോട്ടെ രാമൻ ചേട്ടാ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ബാക്കിയും കൂടെ നമുക്ക് തീർക്കാം. ഇയാൾ നമ്മൾ 2 പേരെ കൊണ്ട് പരമാവധി പണിയിച്ച് പഞ്ചായത്തിൽ 6 പേരുടെ കണക്ക് കൊടുക്കും. ഉടായിപ്പ്. ചുറ്റികയോ? ഇതാ മണിയന്റെ ചുറ്റികയാകാനാ സാധ്യത. ഇതെങ്ങനെയാ ഇവിടെ വന്നേ? അതിന് ഇതല്ലായിരുന്നോ മണിയന്റെ വീട്? കൊള്ളാവുന്ന ഒരു ചുറ്റികയാ. നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകോ. നല്ല ഒരു പിടിയിട്ടെടുത്താൽ മതി. മണിയന്റെ പണിയായതുങ്ങൾ അവന് ജീവനായിരുന്നു. ഇത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയാൽ അവന്റെ ആത്മാവ് ഇതന്വേഷിച്ച് വീട്ടിൽ വന്നിരിക്കും. ഇതിവിടെ ഇടണ്ട, ഞാൻ ആ തിണ്ണലോട്ട് വെച്ചേക്കാം. മണിയൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എന്തൊച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നതാ. ഇപ്പൊ ആളും ഇല്ല, അനക്കവും ഇല്ല. എന്നാലും അധ്വാനിയും ആരോഗ്യവാനുമായ മണിയൻ അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് ആരെങ്കിലും കരുതുക? അല്ലേലും നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് എത്ര പേരാ അറ്റാക്ക് വന്ന് മരിച്ചത്? എല്ലാം ആ കൊറോണയ്ക്കെടുത്ത കുത്തിവെപ്പിന്റെ ഫലമാ. എടീ, ജോയിച്ചാൻ്റെ വീട്ടിലേക്ക് ഇച്ചിരി നേരത്തെ പാല് കൊടുക്കണമെന്ന് അവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആരാണ്ടൊക്കെ വിരുന്നുകാർ വരുന്നുണ്ടെന്ന്. അയാളുടെ വീട്ടിലായി ആര് വരാനാ? രാവിലെ വെറുതെ നമ്മളെ മെനക്കെടുത്താൻ. എന്നാ ഞാനിതങ്ങ് കൊടുത്തേക്കാം. ചേട്ടൻ ഇത് സൊസൈറ്റി അടയ്ക്കും മുമ്പേ അങ്ങോട്ട്. നീ ആ തോട്ടത്തിൽ കൂടെയാണോ പോകുന്നത്? അല്ലാതെ പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഇതിലെ വളച്ചു ചുറ്റി പോയി എനിക്കെന്നെ വട്ടാണോ? എടേ, മണിയന്റെ വീട്ടിൽ നിന്ന് പല അപശബ്ദങ്ങളും കേൾക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. നമ്മുടെ നാട്ടുകാരല്ലേ, അവരെപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ വഴി ഏറ്റവും കൂടുതൽ നടക്കുന്ന നമ്മളല്ലേ, നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ. ആ, എന്നാ പോയി കേട്ടേച്ചു വാ.
ഇത്രയും നല്ല വഴി ഇതിലേ കിടക്കുമ്പം ആ കാട്ടിക്കൂടെ നടക്കണ്ടേ വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? പെട്ടെന്ന് ഇങ്ങ് വരാമല്ലോ എന്നോർത്ത് അവള് പോകുന്നതല്ലേ. എന്നിട്ട് എന്തായി? ജീവൻ തിരിച്ചു കിട്ടി തന്നെ ഭാഗ്യം. അല്ല രാഘവ, ആ വഴിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ അവളെ ആ വഴിക്ക് തന്നെ വിട്ടത്? ഞാൻ മര്യാദയുടെ ഭാഷയിൽ അവളോട് പറഞ്ഞതാ, കേക്കണ്ടേ? മണിയന്റെ മരണം അത്ര സ്വാഭാവികമല്ലെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. ഇന്നും അവന്റെ ആത്മാവ് അവിടെ വിട്ട് പോയിട്ടില്ല. ഇനി എന്തൊക്കെ പുകിൽ അവനവിടെ ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം. ഞാൻ മെമ്പറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇന്ന് തന്നെ പോലീസിൽ പരാതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അത് കൊള്ളാം. പോലീസ് ബാധ ഒഴിപ്പിച്ച് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാഘവ, മന്ത്രവാദി വരണം. ആ ഇതാണോ നിങ്ങൾ പറഞ്ഞ ചുറ്റിക? അതെ. ഈ ചുറ്റിക കിടന്നിടത്ത് തന്നെ തിരിച്ചിടണം. അതിനു മുന്നേ എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആരായി ചുറ്റിക ഇവിടെ കൊണ്ടിട്ടത്? അത് ഈ ബാലനാ. ബാലിനിവിടെ നിൽക്കുക. ബാക്കിയുള്ളവർ കുറച്ചങ്ങ് മാറി നിൽക്കുക. ഞാൻ പറയാതെ ഈ വസ്തുവിലാരും പ്രവേശിക്കരുത്. പോലീസ് ഇപ്പൊ വരും. പോലീസോ? അതിന് മന്ത്രവാദി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. ഇതിന്റെ ഇടയ്ക്കോട്ട് പോലീസ് വന്നാൽ മൊത്തം ചളവാഴില്ലേ? നിങ്ങൾ കിടന്ന് ബഹളം വെച്ചിട്ടല്ലേ ഞാൻ പോലീസ് പരാതിപ്പെട്ടത്. അതിന് മന്ത്രവാദി വരുന്ന കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോ? മന്ത്രവാദിയുടെ കാര്യം പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നുണ്ടോ? ഒരാളെ ഉള്ളൂ. ഞാൻ കരുതി ഒരു വണ്ടി പോലീസ് കാണുമെന്ന്. ഇത് SI അന്വേഷിക്കേണ്ട കേസല്ലേ? എന്തിനാ SI? ബിജു സാറ് കേസ് അന്വേഷണത്തിന് പുലിയല്ലേ? ഇവിടെ എന്നാ പ്രശ്നം? കുറച്ചു നാളായിട്ട് ഇതുവഴി കടന്നുപോയവരൊക്കെ പല പല ശബ്ദങ്ങൾ കേൾക്കുക. ശബ്ദോ? മണിയനായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത് സാറേ. കൊല്ലപ്പണിയായിരുന്നു ജോലി. വീടിൻ്റെ പുറകുവശത്ത് തന്നെയായിരുന്നു ആല. അന്നൊക്കെ ഇതിലെ നടന്നു പോകുമ്പം ആലപ്പണിയുടെ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി സാറേ. അപ്പൊ മണിയനിപ്പോ ഇവിടെ അല്ലേ താമസിക്കുന്നത്? അതിന് മണിയം പഠിച്ചിട്ട് 4-5 വർഷമായി സാറേ. ഓ, അപ്പൊ ഇതൊരു പ്രേതകഥയാണല്ലേ? എടോ, ഈ ശബ്ദം കേൾക്കുന്ന കഥയൊക്കെ ഓരോരുത്തന്മാർ പറഞ്ഞുണ്ടാക്കുന്നതാണോ? അല്ല സാറേ, ഈ മണിയന്റെ സാന്നിധ്യം അനുഭവിക്കാത്തവരായിട്ട് ഈ നാട്ടിൽ ഇനി ഒരാൾ പോലും ബാക്കിയില്ല. എന്നാ വാ, നമുക്ക് ആ വീടൊന്ന് നോക്കിട്ട് വരാം. അയ്യോ, പൂജ കഴിയുന്നോടും വരെ അവിടെ കയറരുതെന്നാ മന്ത്രവാദി പറഞ്ഞിരിക്കുന്നത്. എന്നോടോ? അയ്യോ, സാറിനോടല്ല, ഞങ്ങളോടാ. സാറ് വയ്ക്കൂ. എനിക്ക് ഈ വീടിനകം ഒന്ന് പരിശോധിക്കണമല്ലോ.
ഇപ്പൊ പറ്റത്തില്ല, സാറ് വെയിറ്റ് ചെയ്യ. അയ്യോ, ഈ മണിയന് ബന്ധുക്കളാരും ഇല്ലായിരുന്നു? മണിയനോട് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്? മണിയൻ ഈ വീട് വാങ്ങി താമസം തുടങ്ങുമ്പോൾ ഭാര്യ ഒരു മകനും ഉണ്ടായിരുന്നു. പിന്നെ അവരെപ്പോഴോ തെറ്റിപ്പിരിഞ്ഞു പോയി. കുറേ കാലങ്ങളായിട്ട് മണിയൻ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മരിച്ചപ്പോൾ പോലും ആരും വന്നില്ല സാറേ. ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മണിയന് നമ്മളോടൊക്കെ എന്തോ പറയാനുണ്ട്. അതാ ഇപ്പം ഇങ്ങനെ ഒരു വരവ്. ജീവിച്ചിരുന്നപ്പോൾ കമാന്ന് രക്ഷം വേണ്ടി കേടാത്തവരായിരുന്നു മണിയന്. പിന്നെയായിപ്പോ ചത്തിട്ട്. മണിയൻ അധികം ആരോടും സംസാരിക്കുന്ന സ്വഭാവക്കാരനല്ലായിരുന്നു. അതുകൊണ്ടാ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത്. മണിയൻ നല്ലൊരു പണിക്കാരനായിരുന്നു സാറേ. രാപകലില്ലാതെ ആലേ കിടന്ന് അധ്വാനിക്കുമായിരുന്നു. അങ്ങനെ ആരുമായിട്ടും വലിയ കമ്പനി ഇല്ലായിരുന്നു സാറേ. പാതിര 12 മണിക്കെതിരെ നടന്നു പോയാലും മണിയൻ്റെ ആലയെന്ന് ശബ്ദം കേൾക്കുമായിരുന്നു സാറേ. അത്ര വലിയ അധ്വാനിയായിരുന്നെങ്കിൽ നല്ല വരുമാനം കാണുമായിരുന്നായിരിക്കുമല്ലോ. അങ്ങനെ ഇതല്ല എന്നാ ചെയ്യായിരുന്നു? യാതൊരു ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിലും മണിയൻ എങ്ങനെയാ കുറെ കടബാധ്യത ഉണ്ടായിരുന്നു സാറേ. അല്ലേലും ആലേ കിടന്ന് കുറെ പോന്നിട്ട് എന്നാ വരുമാനം കിട്ടാനാ? ചുമ്മാ പട്ടി പണിയുന്ന പോലെ പണിയാവുന്ന മാത്രം. ബാല, എന്തോ? നമുക്ക് ചുറ്റിക എടുത്താലോ? ഇവിടെ തന്നെ വേറെ വീടുകളൊന്നും ഇല്ലാത്തത്? അതിന് ഈ സ്ഥലമെല്ലാം ചോദിച്ചാൻ്റെതല്ലേ? ഈ സ്ഥലത്തിന് നേരെ താഴെ ചോദിച്ചാൻ്റെ വീട്. ഏത് ചോദിച്ചാൻ? നമ്മുടെ ചോദിച്ചാൻ്റെ. ഓ, ഈ ചോദിച്ചാൻ. അതെ, ഈ ചോദിച്ചാൻ്റെ. ചോദിച്ചാൻ ഈ സ്ഥലമെല്ലാം കൊടുക്കാനിട്ടേക്കാണോ? ഞാൻ ഈ സ്ഥലമൊന്നും കൊടുക്കത്തില്ല. എനിക്ക് വല്ലാത്ത ആത്മബന്ധമുള്ളൊരു സ്ഥലമായത്. മണിയൻ്റെ ഈ വീട് ജോയിച്ചാൻ്റെ പഴയ തറവാടായിരുന്നു. അവർ പുതിയ വീട് പണിതപ്പോൾ ഇല്ലാത്ത തുകയ്ക്ക് മണിയൻ്റെ തലയ്ക്ക് ഈ വീട് കെട്ടിവെച്ചതാണ്. തവണകളായി കാശ് തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മണിയൻ്റെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പിന്നീടുള്ള മണിയൻ്റെ അധ്വാനം മുഴുവനും ജോയിച്ചാൻ്റെ കടം തീർക്കാനുള്ളതായിരുന്നു. ചുറ്റിക്കൊണ്ടിരുന്നു. കുറച്ച് മണ്ണിട്ടത് മൂടണം, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും വീണ്ടും പൊക്കൊണ്ട് വരും. സാറ് പോവുകയാണോ? പോയിട്ട് സാറിനെ കൂട്ടി വരാം, വിലങ്ങുമായിട്ട്.
നിങ്ങളെന്താ ഈ സമയത്തൂടെ? ഇന്ന് ഇതുവഴി രാവിലെ സ്കൂളിൽ പോയ ചെറുക്കന് മണിയന്റെ ഉപദ്രവമുണ്ടായി. ഇന്നലെ കുഴിച്ചിട്ട് ചുറ്റിക രാത്രിയിൽ ആരോ മാന്തി, അതാ പ്രശ്നമായത്. ആ, മന്ത്രവാദിയൊക്കെ ഉണ്ടല്ലോ. വീണ്ടും ആവാഹിക്കാനുള്ള പരിപാടിയാണോ? ഇനി ചുറ്റിയെ കിട്ടാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇനി ചിറ്റിയുടെ പുറകെ ഒന്നും പോകണ്ട. ഇവിടെ ഭൂതമില്ല, പ്രേതം ഒന്നുമില്ല. ഇവിടെ ഒരുത്തനെ ഒപ്പിച്ച പരിപാടിയാ. അതാരാ സാറേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. യെസ്, ഞാൻ ഉറപ്പിച്ചു. ഇതെല്ലാം ഒപ്പിക്കുന്ന നിങ്ങളിൽ ഒരുത്തനാ. സാർ എന്നാ കോപ്പായി പറയുന്നേ? കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ പിടിക്കും സാറേ. എന്റെ സ്ഥലത്തിന്റെ എതിരെ പ്രേതബാധയുണ്ടെന്ന് അറിഞ്ഞാലേ എന്റെ സ്ഥലത്തിന്റെയാ മാർക്കറ്റ് പോകുന്നത്. എനിക്ക് ഈ ഊട് മെമ്പറിനെയാ സംശയം. ഇവന്റെ ചുറ്റിയെ കൊണ്ടുള്ള പോക്ക് കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. എന്നാ എനിക്ക് മറ്റൊരാളെയാ സംശയം. ഹലോ സാറേ, പ്രതിയെ കിട്ടിയിട്ടുണ്ട്. സാറ് വണ്ടിയായിട്ട് പോരെ. നിങ്ങളൊന്ന് സഹകരിക്കണം. എന്റെ മോൻ പിടിക്കുകയാണ്. ചോദിച്ചാനോ? ഇത് കണ്ടോ? ഇതുവഴി ആളുകൾ വരുന്നുണ്ടോന്നറിയാൻ ഇത് ഞാൻ മണിയന്റെ വീടിന്റെ അപ്പുറം ഇപ്പുറയും CCTV ക്യാമറ വെച്ചിരിക്കുക. ഇതുവഴി ആളുകൾ വരുന്നുണ്ടെന്നറിഞ്ഞാൽ മണിയന്റെ വീടിനോട് സ്ഥാപിച്ചിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ പ്രവർത്തിപ്പിച്ച് ആലയിലെ സൗണ്ട് കേൾപ്പിക്കും. എങ്ങനെ? ഇത് ഇങ്ങനെ. എന്നാ ചോദിച്ചായ നമുക്കങ്ങ് പോയാലോ? എന്തിനാ സാറേ ഇയാൾ ഇതൊക്കെ ചെയ്തത്? അതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് ചോദ്യം ചെയ്തതിന് ശേഷം പറയാം. ഈ CCTV ഫുട്ടേജ് പരിശോധിച്ചാൽ തന്നെ അത്യാവശ്യം ചില സൂചനകൾ കിട്ടിയേക്കാം. എന്നാൽ ചുറ്റി കൊണ്ടുപോയത് ആരാന്നേലും പറ സാറേ. അത് വേണേ പറഞ്ഞേക്കാം. എല്ലാം ചോദിച്ചായും പറഞ്ഞിട്ടാണേ. Suspect is armed and considered extremely dangerous. 10-4. Shots fired. Suspect down. Request EMT immediately. വിജു സാറോ? ടാക്സി പോയില്ലേ? മിസ്സായിരുന്നു സാർ എന്നിട്ട് എന്തി? സാർ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങതേ ഉള്ളൂ. സാറേ. ബിജു, എന്താടോ എന്റെ അന്വേഷണമൊക്കെ? പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാറേ. മണിയന്റെ പ്രേതം. എന്തൊക്കെ കഥകളാടോ ഓരോരുത്തന്മാർ സോഷ്യൽ മീഡിയയിലൊക്കെ പടച്ചു വിടുന്നത്. ഈ സ്റ്റേഷനിലെ ഒരു പോലീസുകാരന് നാണം കെട്ടിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇതേ ഇപ്പൊ കൂടെ SP വിളിച്ചേ ഉള്ളൂ. മണിയന്റെ കഥ എന്തായെന്നറിയാം. ഒന്നാമത്തെ സകല പോലീസുകാരൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഇട്ടേക്കുക. അതിന്റെ ഇടയില്ല. എന്തൊരു ദുരന്തമാണോ ഇത്. ഇന്നെങ്ങാനും അവസാനിപ്പിക്കാൻ പറ്റുമോ നമുക്ക് ഈ പ്രേതകഥ? പ്രേതകഥ അവസാനിച്ചു സാറേ. പക്ഷെ യഥാർത്ഥ കഥ എന്താണെന്ന് ഇതുവരെ ഒരു പിടി കിട്ടിയിട്ടില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾ അന്വേഷണത്തിനോട് ഒട്ടും സഹകരിക്കുന്നില്ല സാറേ. ഓ, എന്നാ ഒരു കാര്യം ചെയ്യ്, അയാളെ ക്ലബിലോട്ട് ഇരുത്ത. മിസ്റ്റർ ജോയ്, ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. ഞങ്ങള് ഈ നാടിനും മറ്റ് സ്റ്റേഷനിലെ പോലീസുകാർക്കും മാതൃകയാവേണ്ട ആൾക്കാരാണ്. തുടർന്നും ഞങ്ങളുടെ സ്റ്റേഷന്റെ പേരിനൊപ്പം ഈ മാതൃക ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായോ? അയ്യോ, ഇങ്ങനെയുള്ള വലിയ വലിയ ഡയലോഗൊന്നും പറയാം സാറേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഈ സാർ ഇവിടെ ചുമ്മാ കൂടെ നിർത്തിയിരിക്കുന്ന. ബിജു, സംഭവം എന്താണെന്ന് ഇയാളുടെ മുന്നിൽ വെച്ച് എനിക്കൊന്ന് വിശദീകരിച്ചു തരണം. പറയുന്നത് വല്ല തെറ്റുകൊണ്ടേ അപ്പ തിരുത്തി പൊക്കോണം.
സാറേ, ഇത് മണിയന്റെ വീട്. ഈ വീട് പണ്ട് ഇയാൾ മണിയന് വിറ്റതാ. ഇപ്പോഴും ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഇയാളുടെ തന്നെയാണ്. ഈ വീടിന് മുന്നിൽ കൂടെയുള്ള വഴിയെ നാട്ടുകാർ ചിലരൊക്കെ വല്ലപ്പോഴും നടക്കാറുണ്ട് സാർ. വല്ലപ്പോഴും? ആ, ഈ വഴിക്ക് സമാന്തരമായി മറ്റൊരു വഴി കൂടിയുണ്ട്. നാട്ടുകാർ കൂടുതൽ ഉപയോഗിക്കുന്ന ആ വഴിയാണ്. ഈ വഴിക്ക് ഇരുവശം ഇയാൾ ക്യാമറ വെച്ച് ഇതുവഴി വരുന്നവരെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പേടിപ്പിക്കുന്നു. അതാ കേസ്. മിസ്റ്റർ ജോയ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സ്വന്തം പറമ്പ് ക്യാമറ വെക്കുന്നത് അത്ര വലിയ തെറ്റാണോ സാറേ? ഇയാൾ ഇതിലെ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും സാറേ. ആൾക്കാരുടെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതും ആവാമല്ലോ. ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരാളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാകുമ്പോൾ ഈ വഴിക്ക് ഇപ്പുറമായിരിക്കുമല്ലോ സാറേ ഇയാൾക്ക് എന്തെങ്കിലും ഒളിക്കാനുള്ളത്. ഇനി ഇയാൾ അവിടെ ആരെങ്കിലും ഒന്ന് കുഴിച്ചിട്ടുണ്ടാവോ? ഓ, അതിനുള്ള ഗട്സ് ഒന്നും ഇങ്ങേർക്കില്ല സാറേ. ഇനി ഇയാൾ വല്ല കള്ളമാറ്റം നടത്തുന്നുണ്ടെന്ന് എന്റെ ഒരു സംശയം. ഒന്നുകൂടെ ഒന്ന് പോയി നോക്കണം. എന്നാ ആ തോട്ടത്തിൽ കഞ്ചാവ് കൃഷിക്കുള്ള സാധ്യത കൂടി ഒന്ന് പരിശോധിക്കണം. പക്ഷെ സാറേ, ഇയാൾ കൂടുതലും ആൾക്കാരെ പേടിപ്പിക്കുന്ന രാവിലെ സമയങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് മറ്റൊരു സാധ്യത കൂടിയുണ്ട് ബിജു. ഈ നാടിന്റെയും നമ്മുടെയും ശ്രദ്ധ പൂർണ്ണമായും ഈ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഈ പ്രദേശത്തിന് വെളിയിൽ ഒരുപക്ഷെ ഒരു തീവ്രവാദ ആക്രമണം ആസൂത്രണം ചെയ്യപ്പെടുകയായിരിക്കാം. എന്റെ നിഗമനം ശരിയാണെങ്കിൽ ഇയാൾ ഒരു തീവ്രവാദിയാണ്. സാറേ, ഈ മണിയന്റെ മരണത്തിൽ ഇങ്ങേർക്ക് പങ്കുണ്ടെന്ന് നാട്ടുകാർ ചിലർക്കൊക്കെ സംശയമുണ്ട്. സാറന്മാർ കത്തിക്കറിയത് എങ്ങോട്ടാ? എടുത്താ പൊങ്ങാത്ത വകുപ്പുകളിലേക്കൊന്നും പോകണ്ട. ചെറിയൊരു വെറ്റിക്കേസിനുള്ള കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മണിയന്റെ വീട് ഞങ്ങളുടെ പഴയ തറവാടാണ് സാറേ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ എൻ്റെ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിച്ചിരുന്ന ആ മണ്ണിലായിരുന്നു. ഞാൻ മാത്രമല്ല സാറേ, അപ്പനും അപ്പൂപ്പനും ആ വീട്ടിലുള്ള സർവ്വരും കർത്തവ്യ നിർവഹണത്തിന് ആ മണ്ണിനെയാണ് ആശ്രയിച്ചിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ 3ാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പൻ്റെ കൈയും പിടിച്ച് ആ മണ്ണിലേക്ക് ആദ്യം ഇറങ്ങിയത്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. കർത്തവ്യ നിർവഹണത്തിന് ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നെങ്കിലും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് ഇപ്പോഴും തയ്യാറല്ല. ആ മണ്ണുമായുള്ള ആത്മബന്ധം ഞാൻ ഇപ്പോഴും തുടർന്നു പോരുന്നു. നിങ്ങൾക്ക് കൊട്ടാരം പോലത്തെ ഒരു വീടൊക്കെ ഉണ്ടെന്നാണല്ലോ കേട്ടത്. ഇതിനുള്ള സംവിധാനങ്ങളൊന്നും അതിനകത്തില്ലേ? ആര് പറഞ്ഞില്ലെന്ന്? അടുക്കള വരെ അറ്റാച്ചഡാ. പക്ഷെ ഞാൻ ഇന്ന് വരെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആ ഇളങ്കാറ്റ മണ്ണിലങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നിർവൃതി. സാറിനെ പോലെയുള്ള ന്യൂജന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. 2004 സാറേ ഞാൻ പുതിയ വീട് പണിത് അങ്ങോട്ട് താമസം മാറുന്നു. പക്ഷെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. മണിയൻ നല്ല വിലതരാമെന്ന് പറഞ്ഞപ്പം അന്നേരത്തെ ആവേശത്തിന് ഞാൻ അതങ്ങ് വിറ്റു. മണിയനും കുടുംബം അവിടെ താമസത്തിന് വന്നപ്പോൾ തന്നെ ചുറ്റുമുള്ള കാടും പടലും മൊത്തം അങ്ങ് വെട്ടിത്തെളിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടു. തടസ്സങ്ങൾ എന്തൊക്കെ വന്നാലും കാര്യങ്ങൾ തടസ്സപ്പെടാൻ പാടില്ലല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ച് കണ്ണു അടച്ചങ്ങ് ഇരുന്ന് കൊടുത്തു. ഇതെല്ലാം കണ്ട് കണ്ട് ഗതികെട്ടിട്ടാണെന്ന് തോന്നുന്നു മണിയൻ്റെ ഭാര്യ ഒരു സുപ്രഭാതത്തിൽ ചെറുക്കനെയും കൂട്ടി നാട് വിട്ടു. മണിയന് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പ്രകൃതി എന്നിൽ അർപ്പിച്ച കർത്തവ്യം ദിനം പ്രതി ഭംഗിയായി നിർവഹിച്ച ഞാനും അതിനെല്ലാം മൂകസാക്ഷിയായി മണിയനും. ചുമ്മാ പഴംപുരാണം വായിച്ച് രോമാഞ്ചം കൊള്ളാതെ നേരെ കാര്യത്തിലേക്ക് പാടൂ. മണിയന്റെ മരണശേഷം കാര്യങ്ങൾ വളരെ സ്മൂത്തായി. കാടും പടലും ആർത്തു പൊങ്ങി എൻ്റെ സ്വകാര്യതയെ കോട്ട പോലെ സംരക്ഷിച്ചു. പക്ഷേ ആ വൃത്തികെട്ട പഞ്ചായത്ത് മെമ്പർ 2 പൊട്ടന്മാരെയും വിളിച്ചുകൊണ്ട് വന്ന് ആ കാടും പടലും വീണ്ടും വെട്ടി നിരത്തി സാറേ. അതുവഴി പോയ പലരും എൻ്റെ കൃത്യനിർവഹണം കണ്ട് എന്നെ പരിഹസിച്ചു. ഞാൻ ആകെ തകർന്നു പോയി സാറേ. അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുമ്പോഴാ ദേവദൂതനെ പോലെ അവൻ്റെ ഒരു വരവ്.
ആരുടെ? എന്നിട്ട് സംഭവിച്ചല്ലേ സാറുമാർ ഇപ്പോഴും ഈ പേപ്പറെ വരച്ച് കാണിച്ചത്. സ്റ്റോപ്പ്! ഇയാൾ ചുമ്മാ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ ഇപ്പൊ തന്നെ. അല്ലേ വേണ്ട, നാളെ രാവിലെ തന്നെ ബിജു പോയി ഇയാളുടെ സ്ഥലം സൂക്ഷ്മമായി പരിശോധിക്കും. സാർ, നാളെ 11 മണിക്ക് മുന്നേ തൊണ്ടി എന്റെ മേശപ്പുറത്തുണ്ടായിരിക്കണം. നാളെ 11 മണിക്ക് മുന്നേ തൊണ്ടി എന്റെ മേശപ്പുറത്തുണ്ടായിരിക്കണം. പ്രകൃതി എന്നിൽ അർപ്പിച്ച കർത്തവ്യം ദിനം പ്രതി ഭംഗിയായി നിർവഹിച്ച ഞാനും അതിനെല്ലാം മൂകസാക്ഷിയായി മണിയനും.